നേരിട്ടൊരു മത്സരം ഓപ്പൺ എയറിൽ എന്താ ഹിന്ദിയുടെ വരവൊന്ന് കൊഴുക്കട്ടെന്നേ. മഹാരാഷ്ട്രയിൽ നിങ്ങൾ വലിയ കർഷക സമരം കൊണ്ടുവന്നു. ആ കർഷക സമരവുമായിട്ട് നിങ്ങൾ ഡൽഹിയിൽ വന്ന് തിരിച്ചുപോയ ആളുകൾ മുഴുവൻ വോട്ട് ചെയ്തത് BJPക്ക്. UP-യിൽ നിങ്ങൾ അതിശക്തമായ സമരം കൊണ്ടുവന്നു. ഹരിയാനയിൽ നിങ്ങൾ സമരം കൊണ്ടുവന്നു. പക്ഷെ വോട്ട് ചെയ്തത് മുഴുവൻ BJPക്ക്. അതെന്താ കാരണം? നിങ്ങൾ ലോകത്തുള്ള എല്ലാവരും കൂടി ഒരുമിച്ച് നിർത്തി UP-യിൽ. ഇനി BJPക്കെതിരെ ആരുമില്ല, എല്ലാവരും ഒരുമിച്ച് കൂടി. അന്ന് എനിക്ക് നല്ല ഓർപ്പുണ്ട്, കേരളത്തിലെ എല്ലാ മാധ്യമ വിശാരദന്മാരും പറഞ്ഞു കഴിഞ്ഞു UP-യിലെ BJP. പക്ഷെ BJP എത്ര സീറ്റ് നേടി? മഹാഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നു. നിങ്ങൾ കുറെ പറയും, നിങ്ങൾ കുറെ കൊല്ലം പറഞ്ഞില്ലേ ഗുജറാത്തിൽ കത്തിച്ചു, ശൂലം കുത്തി, ഗർഭിണിയെ പിളർത്തി. പക്ഷെ സമൂഹങ്ങളുടെ കൂടെ അവിടുത്തെ മുസ്ലിം സമൂഹത്തിനിടയിൽ പോലും BJP-യാണ് ജയിച്ചു വന്നത്. ആദ്യം ശ്രീ റഹീം, അത്താഴ വിരുന്ന് തുടങ്ങുകയായി. MK സ്റ്റാലിൻ, അരവിന്ദ് കെജ്രിവാൾ, മമതാ ബാനർജി, ഉദ്ധവ് താക്കറെ, ആദിത്യ താക്കറെ ഇവരൊക്കെ എത്തിയിരിക്കുന്നു. സിദ്ധരാമയ്യയുടെ വിരുന്ന് തുടങ്ങുകയാണ്. 26 എന്ന സംഖ്യ ഇനിയും ഉയരുമോ? ഈ 26 എന്ന സംഖ്യ ഒരു വലിയ സംഖ്യയായി കാണുന്നുണ്ടോ? എന്തൊരു ബുദ്ധിയാണ് നിനക്ക്. തീർച്ചയായും ഈ സംഖ്യ എത്ര കണ്ടു ഉയരും എന്നെല്ലാം വരും ദിവസങ്ങളിൽ നമുക്ക് കാണാവുന്ന കാര്യമാണ്. എന്താ ദിടീരങ്ങനെ തോന്നാൻ കാരണം? ഈ നാട്ടുകാരുടെ മുമ്പിൽ ഒരു ഉത്സാഹിയായിട്ട് നിന്നാലല്ലേ അടുത്ത തിരഞ്ഞെടുപ്പിനെങ്കിലും ഒന്ന് കടന്നുകൂടാൻ പറ്റും. പക്ഷെ രാജ്യത്ത് BJPക്കെതിരെ അഭൂതപൂർവമായ ഒരു ഐക്യനിര രൂപപ്പെടുന്നു എന്നുള്ളതാണ്. അത് പാറ്റ്നയും ബാംഗ്ലൂരിലുമുള്ള യോഗങ്ങളിൽ മാത്രമല്ല അത് കാണേണ്ടത്. കഴിഞ്ഞ പാർലമെന്റ് സെഷന്റെ സമയത്തു തന്നെ രാജ്യത്ത് ഉയർന്നു വന്ന, പാർലമെന്റിനുള്ളിലും പുറത്തും ഉയർന്നു വന്ന ശക്തമായ പ്രതിഷേധത്തിലും അസാധാരണമായ ഒരു പ്രതിപക്ഷ ഐക്യം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരിക്കലുമില്ല. ജനാധിപത്യം ഭീഷണിയിലാണ്, ഡെമോക്രസി ഇൻ ഡേഞ്ചർ എന്ന് നിഷ്പ്രയാസം പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം രാജ്യത്തുണ്ടായിരിക്കുന്നു. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ പ്രതിപക്ഷ ഐക്യനിര രൂപപ്പെടുന്നത്. ഏക സിവിൽ കോഡ് എന്ന ഒരു ട്രംപ് കാർഡ് ഇവർ മുന്നോട്ട് വെച്ചത് തന്നെ പ്രതിപക്ഷ ഐക്യനിരയിൽ ഒരു വിള്ളലുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. പക്ഷെ അതിലൊന്നും ഏറ്റില്ല എന്നുള്ളതാണ്. ഏക സിവിൽ കോഡ് മുന്നോട്ട് വെച്ച് ശക്തിപ്പെട്ടു വന്ന പ്രതിപക്ഷ ഐക്യനിരയെ ഇല്ലാതാക്കാൻ കഴിയുമോ എന്നൊരു പരീക്ഷണം കൂടിയായിരുന്നു മോദി നടത്തിയത്. ആ പരീക്ഷണത്തിൽ നരേന്ദ്രമോദിയും അമിത്ഷായും പരാജയപ്പെട്ട ദിവസമാണ് ഇന്ന് ബാംഗ്ലൂരിലെ കോൺഫറൻസ് നടക്കുന്നത്. ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ NDA യോഗം ചേരൽ എന്നൊരു പരിപാടിയേ ഉണ്ടായിരുന്നില്ല. ഇതെ സംബന്ധിച്ച് വലിയ സംഖ്യയൊക്കെയുണ്ട്. 38 എന്നുള്ള സംഖ്യയാണെന്ന് JP നഡ്ഡ പറയുന്നത്. പക്ഷേ ഈ 38 പ്രധാനപ്പെട്ട കക്ഷികളാണോ? നിങ്ങൾ നേരത്തെയുള്ള നിങ്ങളുടെ ഐക്യത്തിൽ പാർലമെന്റിൽ പ്രാതിനിധ്യമുള്ള പാർട്ടികൾ എന്ന ഒരു തീരുമാനമുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയില്ല. ആരൊക്കെയാണ് വരുന്നവരൊക്കെ പോരട്ടെ എന്നൊരു മട്ടിലേക്ക് ആയിരിക്കുന്നു. അതിനിടയ്ക്ക് അപ്പോഴത്തേക്ക് നിങ്ങളുടെ അടുത്തേക്ക് ഉപാധി വെച്ച് ചില പാർട്ടികൾ വരികയും ചെയ്യും. BJP ഒറ്റയ്ക്കല്ല ഭരിക്കുന്നത്. അത് സ്മൃതിക്കറിയാത്തതല്ലോ. കേന്ദ്രത്തിൽ ഭരിക്കുന്നത് NDA ആണ്. NDAയുടെ യോഗം എപ്പോൾ വിളിക്കണം, എപ്പം നടക്കും, എങ്ങനെയാണ് നടക്കുക എന്നൊക്കെ ഈ പ്രതിപക്ഷങ്ങൾ വിളിച്ചുകൂവി നടക്കുന്നത് പോലെ നടത്തേണ്ട കാര്യമൊന്നുമില്ല. അതേ ദിവസം നടത്തുന്നതിൽ ഒരു ഭയപ്പാടില്ലേ? NDAയിലുള്ള കക്ഷികൾ എന്ത് ഭയപ്പാടുന്നത്? എന്ത് കഷ്ടമായി പറയുന്നത്? ഭാരതീയ ജനതാ പാർട്ടിക്ക് പകരം ഭാരതീയ ജനതാ പാർട്ടി മാത്രമേ ഉള്ളൂ. മോദിക്ക് പകരം നരേന്ദ്രമോദിക്ക് പകരം നരേന്ദ്രമോദി മാത്രമേ ഉള്ളൂ. ഇത്ര ഗവൺമെന്റിന്റെ എല്ലാ കാലത്തും ഇത് അതേ രൂപത്തിൽ പറഞ്ഞാൽ അങ്ങനെ അംഗീകരിക്കപ്പെടുമോ? വർഷം കുറേ ആയില്ലേ ഇത് തന്നെ കേൾക്കുന്നു. എനിക്ക് വയ്യ, എന്ത് ചെയ്യാം, എന്റെ സ്വഭാവമായി പോയി. നിങ്ങൾ അംഗീകരിക്കണ്ട, നാട്ടിലെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, അത് മതി. കാരണം കേരളത്തിലെ, ഇന്ത്യയിലെ, ഈവൻ കേരളത്തിൽ, ഞങ്ങൾക്കൊരു MLA പോലും ഇല്ലാത്ത കേരളത്തിൽ പ്രധാനമന്ത്രി ആരാവണമെന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടുന്നത് നരേന്ദ്രമോദിക്കാണ്. ലോകം മുഴുവനും, ഇന്ത്യയിൽ ഇൻക്ലൂഡിങ് കേരള. അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് പകരം നരേന്ദ്രമോദി മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് തോന്നിയില്ല എന്നുള്ളതുകൊണ്ട് എനിക്കൊരു വിരോധമില്ല. പക്ഷെ ഞാനൊന്ന് പറഞ്ഞു മുഴുവിപ്പിക്കാൻ നിങ്ങൾ സമയം തന്നാൽ ഞാനത് പറഞ്ഞു മുഴുവിപ്പിക്കാം. ഇപ്പം നേരത്തെ എൻ്റെ സുഹൃത്ത് റഹീം, അദ്ദേഹം ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഏതെങ്കിലും കാര്യം സാധാരണ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു കാര്യമുണ്ടോ? വിലക്കയറ്റത്തിനെതിരെ DYFIയുടെ ഒരു സമരം കഴിഞ്ഞ 9 വർഷമായിട്ട് ഇന്ത്യയിൽ നടന്നിട്ടുണ്ടോ? കേരളത്തിൽ നടന്നിട്ടുണ്ടോ? ഇനി യൂത്ത് കോൺഗ്രസ് വിലക്കയറ്റത്തിനെതിരെ സമരം നടത്തിയിട്ടുണ്ടോ? കാരണം എന്താണെന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല. ഇനി മോദിക്ക് പകരം മോദി മാത്രം. എന്താ കാരണം?
67 വർഷത്തെ കോൺഗ്രസിൻ്റെ ഭരണവും 9 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണവും 2023 അപ്പോൾ 67 വർഷം. അപ്പോൾ ഈ 67 വേഴ്സസ് 9 വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യുക. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ 67 വർഷത്തെ കോൺഗ്രസിൻ്റെ ഗർഭപാത്രത്തിൽ പറന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ കാലം ഒഴിച്ചാൽ കോൺഗ്രസിൻ്റെ ഗർഭപാത്രത്തിൽ പറക്കാത്ത ഒരു പ്രധാനമന്ത്രിമാരും ഉണ്ടായിരുന്നില്ല. കോൺഗ്രസിൻ്റെ ഗർഭപാത്രത്തിൽ പറക്കാത്ത ഒരു രണ്ടേ പ്രധാനമന്ത്രിമാർ, ഒന്ന് അടൽ ബിഹാരി വാജ്പേയി, ഒന്ന് നരേന്ദ്രമോദിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും കോൺഗ്രസ് പ്രധാനമന്ത്രിക്കെതിരെ അഴിമതിയുടെ ആരോപണം ഉണ്ടാവാതിരുന്നിട്ടുണ്ടോ? ജവഹർലാൽ നെഹ്റു തൊട്ട് മൻമോഹൻ സിംഗ് വരെയുള്ള ആളുകൾ അവർ പേഴ്സണലായിട്ട് അഴിമതിയുടെ ആരോപണത്തിൽപ്പെട്ടിട്ടുണ്ട്. അവരുടെ മന്ത്രിസഭയിലെ ആളുകൾ അഴിമതിയുമായി രാജിവെക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ മന്ത്രിസഭയിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട കുംഭകോണങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇത് വർത്തമാനകാല സാഹചര്യത്തിലേക്ക് വന്നാലോ ശ്രീ ഗോപാലകൃഷ്ണൻ? മണിപ്പൂരിൽ മാസങ്ങളായി അവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും സംഘർഷം. പ്രധാനമന്ത്രി ഇതുവരെ മിണ്ടിയിട്ടില്ല. അതിനിടയ്ക്ക് അമേരിക്കയിൽ പോയി, UAE പോയി, പലയിടത്തും യാത്രകൾ നടത്തി, ഫ്രാൻസിൽ പോയി. ഇതൊക്കെ സംഭവിക്കുന്നു, ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഞാനല്ല പുകഴ്ത്തുന്നത് ഈ പ്രധാനമന്ത്രിയെ കുറിച്ച്, നാട്ടിലെ ജനങ്ങളാ പുകഴ്ത്തുന്നത്. നിങ്ങളാ, കേരളത്തിലെ കുറച്ച് മാധ്യമ വിശാരദന്മാർ, അത്രേ ഉള്ളൂ. പ്രധാനമന്ത്രി പ്രതികരിക്കാത്തതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ശ്രീ ഗോപാലകൃഷ്ണൻ? മനസ്സിലാക്കി തരാം. ഞങ്ങൾ ഈ കോൺഗ്രസിന്റെയും CPM-ന്റെ ആളുകൾ പ്രതികരിക്കുന്നത് പോലെ ലോകം മുഴുവൻ നടന്ന് പ്രതികരിക്കേണ്ട കാര്യമില്ലെന്ന്. അവിടെയൊക്കെ മണിപ്പൂരിൽ പ്രതികരണമല്ല ആവശ്യം, കൃത്യമായിട്ടുള്ള കർമ്മശേഷിയാണ് ആവശ്യം. ഞാൻ ചോദിക്കട്ടെ, ഞാനൊന്ന് സംസാരിക്കട്ടെ. ഒന്നുകിൽ നിങ്ങൾ സംസാരിക്കാൻ എനിക്ക് സമയം എന്താ, അല്ല പിന്നെ നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കെ. ഞാൻ നേരിട്ട് സ്മൃതിയോടൊരു ചോദ്യം, നിങ്ങൾ മണിപ്പൂരിലെ ആരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാൻ മണിപ്പൂരിലെ പ്രധാനപ്പെട്ട 2-3 വിഭാഗവുമായി സംസാരിച്ച, കുക്കി വിഭാഗമായിട്ട് സംസാരിച്ച, മെയ്തി വിഭാഗമായിട്ട് സംസാരിച്ച, കുക്കിയുടെ ഉള്ളിലുള്ള വേറൊരു കുക്കി ബ്രാൻഡ് ഉണ്ട്, അവരുമായിട്ട് സംസാരിച്ചതാ. അവരെല്ലാം വളരെ കൃത്യമായിട്ട് എന്താണ് മണിപ്പൂരിൻ്റെ വിഷയമെന്ന് പറഞ്ഞിട്ടുണ്ട്. മണിപ്പൂരിൽ BJP അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അഫ്സ ഉണ്ടായിരുന്നില്ലേ? അന്ന് മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ അഫ്സ ഉണ്ടായിരുന്നില്ലേ? കോൺഗ്രസ് ഭരിക്കുമ്പോൾ അഫ്സ ഉണ്ടായിരുന്നില്ലേ? എന്താ മണിപ്പൂരിലെ വിഷയം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മണിപ്പൂരിലെ വിഷയത്തിൽ പ്രധാനമന്ത്രി സംസാരിച്ചില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷായെ 4 ദിവസം പറഞ്ഞു വിട്ടു. അതിന്റെ ഭാഗമായിട്ട് നടന്ന അവിടുത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ അവിടുത്തെ കലാപം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രീ ഗോപാലകൃഷ്ണൻ, കലാപം കുറഞ്ഞിരിക്കുന്നോ? ഇന്നലെ കലാപം കൂടിയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വാസത്തിലെടുത്തു എന്ന് വിചാരിക്കുന്ന വിഭാഗം പോലും പറയുന്നു അവിടെ വംശഹത്യയാണ് നടക്കുന്നതെന്ന്. നിങ്ങൾ വിരുന്ന് കഴിക്കാൻ പോയല്ലോ, ചില കൂട്ടരെ നിങ്ങളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ പോയല്ലോ. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. സ്മൃതി, വാക്ക് ഉപയോഗിക്കുമ്പം സാമാന്യ മര്യാദയും അർത്ഥവും മനസ്സിലാക്കി ഉപയോഗിക്കണം. എന്താ നിങ്ങൾ വംശഹത്യ എന്ന് പറയുന്നതിന് അർത്ഥം? ഞാനല്ല വംശഹത്യ എന്ന് പറയുന്നത്, പാംപ്ലാനിയാണ്. എന്താ വംശഹത്യ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം? ഒരു മിനിറ്റ് സാമാന്യ പറയട്ടെ, ഞാൻ അങ്ങോട്ട് പറയട്ടെ. കുറെ നേരമായാലും അങ്ങോട്ട് പറയാൻ തുടങ്ങിയിട്ട് ഞാൻ അങ്ങോട്ട് പറയുന്നത് കേൾക്കും. വംശഹത്യ അർത്ഥം എന്താ? നിങ്ങൾ ആ അർത്ഥം ഒന്ന് ആദ്യം പറയാം. പലരും പറഞ്ഞിട്ടുണ്ടാവും. അവിടെ നാഗ ക്രിസ്ത്യാനികൾ, ഞാൻ വന്ന നാഗ വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യാനികൾ എത്രയാണെന്നറിയോ നിങ്ങൾക്ക്? 100-ൽ 99% നാഗ ക്രിസ്ത്യാനികളാണ്. ഒരു നാഗ ക്രിസ്ത്യാനിക്കും അവിടെ അപകടം ഉണ്ടായിട്ടില്ല. അവിടെ പള്ളികൾ തകർക്കപ്പെട്ടത് ആരാ? അറിഞ്ഞില്ലേ? വിവരമില്ലാത്ത കാര്യം സംസാരിക്കല്ലേ. അതെ സ്മൃതി, നിങ്ങൾക്ക് വിവരമില്ലെങ്കിൽ, ഈ വിഷയത്തെ പറ്റി വിവരമില്ലെങ്കിൽ നിങ്ങൾ ആ കാര്യത്തെ പറ്റി പറയാതിരിക്കാൻ നല്ല. ഞാൻ അവിടെ പോയി അവരുമായി സംസാരിച്ച ആളാണ്. ഞാൻ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് അറിയാത്ത, എനിക്ക് ഈ കാര്യത്തെ കുറിച്ച് വിവരമുണ്ട്. പ്രൈം മിനിസ്റ്റർ സംസാരിക്കുകയല്ല, പ്രവർത്തിക്കുകയാണ്. പ്രൈം മിനിസ്റ്റർ 4 ദിവസം അവിടെ മുഖ്യമന്ത്രിയെ മാറ്റാൻ പോലും കഴിഞ്ഞിട്ടില്ല. നമുക്കിപ്പോ തൽക്കാലം മാറ്റാൻ ആഗ്രഹമില്ല. ഞങ്ങൾ ആ പ്രശ്നം അവസാനിപ്പിക്കും. ഞാൻ ചോദിക്കട്ടെ, എത്ര സംഭവം കേരളത്തിൽ ഉണ്ടാവുന്നു? ഇന്നലെയാണ് മറുപടിയാണ് ശ്രീ ബി ഗോപാലകൃഷ്ണൻ. നിങ്ങൾക്ക് ഉത്തരമില്ല. ഇങ്ങനെ എത്ര സംഭവങ്ങൾ പാർലമെന്റിൽ അതിന്റെ ഐക്യം കൂടിയാണ് ഇപ്പോൾ ബംഗളൂരുവിൽ നടക്കുന്നത്. കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? സ്മൃതി, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ എന്നെ കൊണ്ട് സമ്മതിപ്പിക്കാതെ അതിൽ നിന്ന് നിങ്ങൾ മണിപ്പൂരിലേക്കും അവിടുന്ന് പിന്നെ നിങ്ങൾ ഉഗാണ്ടയിലേക്കും നിങ്ങൾ ഇങ്ങനെ കലബല പറയാതെ ഒന്നും നിങ്ങൾ ഉത്തരം പറയാൻ അല്ലെ പിന്നെ നിങ്ങൾ നടത്തിക്കോ ചർച്ച. നിങ്ങൾ എന്നെ വിളിച്ചിട്ട് പിന്നെ തോന്നണ്ടേ? എനിക്ക് മാത്രമല്ല, പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ടല്ലോ ഒരു മനുഷ്യനെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റാതെ നിങ്ങളിങ്ങനെ കാണിക്കുന്നത്. ഞാൻ പരമാവധി സംയമനം പാലിച്ചുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. നിങ്ങൾ എനിക്ക് സംസാരിക്കാൻ സമയം തന്നാൽ ഞാൻ സംസാരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ അവരെ വെച്ച് നിങ്ങൾ നടത്തിക്കോ, ഞാൻ മിണ്ടാതിരിക്കാം. എത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? ബാക്കി പറഞ്ഞോളൂ.
ബാക്കി പറഞ്ഞോളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പ്രതിപക്ഷം ഇന്ത്യയിൽ ഉണ്ടാവണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവർ സുഖമായിട്ട് ഒരുമിച്ച് കൂടി ഭക്ഷണം കഴിച്ച് പ്രാതൽ കഴിച്ച് വൈകുന്നേരത്തെ ഇനി എന്തെങ്കിലും അത്താഴം ഉണ്ടെങ്കിൽ അത്താഴവും കഴിച്ച് ഏമ്പക്കം വിട്ട് കിടന്നുറങ്ങിക്കോട്ടെ. ഇതിൽ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ഒരു കർണാടക തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ഇവർ പറഞ്ഞതെങ്കിൽ ഞാൻ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊന്ന് പറയാൻ ആഗ്രഹിക്കുക. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തായിരുന്നു സ്ഥിതി? നിങ്ങൾ പറഞ്ഞാൽ മതി. MP നമുക്ക് നഷ്ടപ്പെട്ടു BJPക്ക്, രാജസ്ഥാൻ BJPക്ക് നഷ്ടപ്പെട്ടു, ഛത്തീസ്ഗഡ് BJPക്ക് നഷ്ടപ്പെട്ടു, കർണാടക BJPക്ക് നഷ്ടപ്പെട്ടു. എന്നാൽ എന്തുണ്ടായി? 2018 ഞാനൊരു ചെറിയ കണക്ക് പറയാം. 2018 നിയമസഭയിൽ തെലങ്കാനയിൽ BJPക്ക് കിട്ടിയത് ഒരു MLA, ഒരൊറ്റ MLA. പക്ഷേ തെരഞ്ഞെടുപ്പ് വന്നപ്പം ഞങ്ങൾക്ക് മോദി സർക്കാരിൻ്റെ പേരിൽ ഞങ്ങൾക്ക് 4 MPമാരെ കിട്ടി. ഒരു MLA ഉള്ള സ്ഥലത്താണ് 4 MPമാരെ കിട്ടിയത്. ഛത്തീസ്ഗഡിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം ഞങ്ങൾക്ക് നിയമസഭ നഷ്ടപ്പെട്ടു പോയി. പക്ഷെ നഷ്ടപ്പെട്ടു പോയ നിയമസഭയിൽ ഞങ്ങൾ ഛത്തീസ്ഗഡിൽ ബഹുഭൂരിപക്ഷം മുന്നോട്ട് വന്നു. അതുപോലെ രാജസ്ഥാനിൽ 25 സീറ്റ് ഞങ്ങൾക്ക് കിട്ടി. നിയമസഭ ഞങ്ങൾക്ക് പോയതാണ്, അവിടെ കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. MP-യിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതാണ്. 30-ൽ 29 സീറ്റും ഞങ്ങൾക്ക് കിട്ടി ലോക്സഭയിൽ. കർണാടക ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതാണ്. പക്ഷെ ആ നഷ്ടപ്പെട്ടിട്ടും ഞങ്ങൾക്ക് അവിടെ കർണാടകയിൽ വളരെ കൂടുതൽ മുന്നോട്ട് വരാൻ 36% മാത്രമായിരുന്നു അന്ന് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നത്. പക്ഷെ 51% വോട്ട് നേടി 25 സീറ്റും കിട്ടി. ബംഗാളിൽ 42-ൽ 18 സീറ്റ് കിട്ടി. ഇനിയിപ്പോൾ മഹാരാഷ്ട്രയിലേക്ക് വരാം. ഞാൻ ഈ പറഞ്ഞ എവിടെയെങ്കിലും ഇപ്പോൾ ഈ 2 കൂട്ടർ റഹീമും അതുപോലെ എൻ്റെ മറ്റേ കോൺഗ്രസിൻ്റെ സുഹൃത്തും വന്നല്ലോ. ഇന്ത്യയിൽ 20% കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കും 2% CPM-ൻ്റെ വോട്ട് ബാങ്കും ചേർന്ന 22% ഉള്ളൂ. BJPക്ക് ഇപ്പം തന്നെ 44-45% വോട്ടും ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഇവർ ഒരുമിച്ച് കൂടിയതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. രാഷ്ട്രീയത്തിൽ ഒന്നും രണ്ടല്ല, ഒന്നും രണ്ടാണ് രാഷ്ട്രീയത്തിൽ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. ഒരുമിച്ച് കൂടിയാൽ സംഭവിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ പിളർത്തും. അതിനുള്ള കഴിവുണ്ട്, പിളർത്തും. അതാണ് നിങ്ങളുടെ കഴിവ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒറ്റ കാര്യം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഒറ്റ കാര്യം ചോദിക്കും. UP-യിൽ കോൺഗ്രസ്, മായാവതി, സമാജവാദി, ലോകത്തുള്ള അണ്ടൻ അടകോടൻ ഒക്കെ കൂടിയിട്ടും BJP ജയിച്ചില്ലേ? പിളർത്തിയിട്ടാണോ ഞങ്ങൾ ജയിച്ചത്? അല്ലല്ലോ. ഇത് തന്നെ സംഭവിക്കാൻ പോകുന്നുള്ളൂ. അതും ശരിയാണല്ലോ. റഹീം, ഇപ്പോൾ മമതാ ബാനർജി, അരവിന്ദ് കെജ്രിവാൾ, നിതീഷ് കുമാർ അടക്കമുള്ള മുഖ്യമന്ത്രിമാർ, 5 മുഖ്യമന്ത്രിമാരെങ്കിലും, സ്റ്റാലിൻ അടക്കം 5 മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുന്ന വലിയ ഒരു യോഗമായിട്ട് ബംഗളൂരു സമ്മേളനത്തെ കാണാം. പക്ഷേ 26 എന്ന കണക്ക് അത് അത്ര വലുതാണെന്ന് പറയാൻ പറ്റുമോ? തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. അതിനുമുമ്പ് ശ്രീ ഗോപാലകൃഷ്ണൻ ഇവിടെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ആരോപണം ഞങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് ശ്രീനിവാസൻ കൃഷ്ണൻ ഇവിടെ ഒരു മറുപടി പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞതൊക്കെ ജനങ്ങളുടെ പ്രശ്നമാണ്. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഈ അടുത്ത കാലത്തെങ്ങാൻ വിലക്കയറ്റത്തിനെതിരെ സമരം ചെയ്തിട്ടുണ്ടോ? വിലക്കയറ്റത്തിനെതിരെ രാജ്യമാകെ സമരം ചെയ്തിട്ടുണ്ട്. ഗോപാലകൃഷ്ണൻ മറന്നുപോയതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ രാജ്യസഭയ്ക്കകത്ത്, പാർലമെന്റിനകത്ത് പ്രതിപക്ഷ അംഗങ്ങളെ ആകെ സസ്പെൻഡ് ചെയ്തു, ഞാൻ ഉൾപ്പെടെ. വിലക്കയറ്റത്തിനെതിരെ പ്രതിഷേധിച്ചപ്പോഴാണ് നിന്റെ വായിലെ നാവുകൊണ്ട് പച്ചവെള്ളം പോലും മരുന്നാക്കി വെക്കുന്നവനല്ലേ നീ? രാജ്യത്തെ ബാങ്കിങ് മേഖലയിലെ തൊഴിലാളികൾ, ഇൻഷുറൻസ് മേഖലയിലെ തൊഴിലാളികൾ, അങ്ങനെ ഗിഗ് വർക്കേഴ്സ്, അങ്ങനെ എല്ലാ വിഭാഗം ആളുകളും സമരത്തിലാണ്. അംഗൻവാടി വർക്കേഴ്സ്, രാജ്യത്തെ ക്ഷീര കർഷകർ, ഇങ്ങനെ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ, സാധാരണക്കാരായ ആളുകൾ സമരത്തിലാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുകയാണ്. പിന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ BJPയെ പരാജയപ്പെടുത്താൻ നല്ല ജനസ്വാധീനമുള്ള ഒരുപാട് ജനാധിപത്യ പാർട്ടികൾ ഞങ്ങളോടൊപ്പം ഉണ്ട്. ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ, രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ, പഞ്ചാബിൽ ഒക്കെ ഇവരെ പരാജയപ്പെടുത്താൻ പ്രധാനപ്പെട്ട ശക്തിയല്ലേ. ഇപ്പോൾ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ അവർക്ക് പിടിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ അതിനെയൊന്നും കുറച്ച് കാണേണ്ടതില്ല. മോദിയും BJP നന്നായിട്ട് ഭയപ്പെടുത്തുന്നതാണ് ഒന്ന്. ാണ് മണിപ്പൂരിലെ പ്രശ്നത്തെ ഇത്ര ലളിതവൽക്കരിച്ചുകൊണ്ട് അങ്ങേക്ക് പറയാൻ കഴിയുക? അവിടെ കത്തിച്ച പള്ളികൾക്ക്, ക്രൈസ്തവാരാധനാലയങ്ങൾക്ക് കണക്ക് പറയൂ ശ്രീ ഗോപാലകൃഷ്ണൻ. അതാ അങ്ങ് നേരിട്ട് പോയി എന്നാണല്ലോ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, അവിടെ കത്തിച്ചു കളഞ്ഞ പള്ളികൾ എന്തിനു കത്തിച്ചു? മെത്തി വിഭാഗത്തിൽപ്പെട്ട കത്തോലിക്ക വിഭാഗത്തിന്റെ പള്ളികൾ. അവിടെ നടക്കുന്നത് വംശഹത്യയാണ്. അവിടെ ഒരു എലിമിനേറ്റ് ചെയ്യുകയാണ് ഒരു ജനവിഭാഗത്തെ. ഇത്ര നാളായില്ലേ? എന്താ നിങ്ങളുടെ ഈ ചർച്ചയിൽ പറഞ്ഞ മറുപടി? എത്ര നിരുത്തരവാദപരമാണ്. ഓ, അതൊക്കെ അറിയാലേ. പിന്നെ വേറെ ആരോ പറഞ്ഞു കേട്ടതാ. ഈ രാജ്യത്തെ രാജ്യസുരക്ഷ, ഈ വർഗീയത പോലെ തന്നെ ഇവരുടെ വേറൊരു ട്രംപ് കാർഡാണല്ലോ ദേശീയത, രാജ്യസുരക്ഷ. എന്താ രാജ്യസുരക്ഷയുടെ അവസ്ഥ?
ഈ ഇന്ത്യൻ സൈന്യത്തെ തടഞ്ഞു വെച്ച് സൈന്യം പിടിച്ചവരെ ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകൾ മോചിപ്പിച്ചുകൊണ്ട് പോകുന്നു. രാജ്യത്തിനകത്തെ അവസ്ഥയാണ്. അപ്പോൾ രാജ്യ സുരക്ഷ എത്ര കണ്ട് അപകടത്തിൽപ്പെട്ടിരിക്കുന്നു മോദി ഭരണത്തിന്റെ കീഴിൽ. ഓ സ്ഥിരം പല്ലവി. കഷ്ടം. ശരി, ശ്രീ ബി ഗോപാലകൃഷ്ണൻ, നിങ്ങളുടെ കൗണ്ട് ഡൗൺ തുടങ്ങി കഴിഞ്ഞു എന്നാണ് സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഈ പ്രതിപക്ഷ ഐക്യ സമ്മേളനത്തിലേക്ക് പോകാനിരിക്കുമ്പോഴാണ് അവിടെ അവരുടെ മന്ത്രിയെ തന്നെ ED പരിശോധിക്കുന്നത്. അവിടെ ഇപ്പോഴും EDയുടെ റെയ്ഡ് തുടരുന്നു എന്ന് കേൾക്കുന്നു. EDക്ക് റെസ്റ്റ് ഇല്ലാത്ത സമയമാണ് എന്ന് വേണ്ടേ കരുതാൻ, പ്രതിപക്ഷ പാർട്ടികളുടെ എണ്ണം ഇങ്ങനെ കൂടുന്ന ഘട്ടത്തിൽ? ശരിയാണ്, കള്ളന്മാർ ഒരുമിച്ച് കൂടുമ്പം വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും. ആണോ അങ്ങനെ കള്ളന്മാരെ കൂട്ടത്തിൽ കൂട്ടിയിരുന്ന അജിത് പവാർ ഇപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലെ ആയപ്പോൾ അദ്ദേഹം നല്ല ആളായോ? അങ്ങനെയാണ്, ഞാൻ പറഞ്ഞില്ലല്ലോ നല്ല ആളായത്. ശിവസേനയെ വല്ലാതെ എതിർത്തിരുന്നതാണല്ലോ കോൺഗ്രസും CPM എല്ലാം. ശിവസേന കോൺഗ്രസിന്റെ കൂടെ ചേർന്നപ്പോൾ ശിവസേനയുടെ വർഗീയത പോയോ? ശിവസേനയുടെ ബാക്കി എല്ലാവർക്കും ചോദ്യത്തെ മറുചോദ്യം കൊണ്ട് നേരിടരുത്. നിങ്ങളോടുള്ള ചോദ്യത്തിനുള്ള മറുപടി ഉണ്ടോ എന്നുള്ളതാണ് ശ്രീ ബി ഗോപാലകൃഷ്ണൻ. അത് നിങ്ങൾ കോൺഗ്രസിനോട് ചോദിച്ചോളൂ. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ സകല കള്ളന്മാരെയും EDയെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള കള്ളന്മാരെ തൊടാത്തത് എന്താണ്? നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടു. ഞാനൊരു കാര്യം നിങ്ങളോട് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഞാൻ ഈ ചർച്ചയിൽ ഇനിയും തുടരണമെങ്കിൽ നിങ്ങളുടെ ചോദ്യം നിർത്തി എൻ്റെ ഉത്തരം പറയാൻ അവസരം തരണം. നിങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദ്യം ചെയ്താൽ ഞാൻ നിർത്തും. എന്നത് ലാസ്റ്റ് വാണിംഗ് നിങ്ങളോട് പറയാണ്. ഒന്നാമത്തെ കാര്യം, കേരളത്തിൽ MP മാരില്ലേ? ശശി തരൂർ MP ആണല്ലോ, അല്ലെങ്കിൽ കേരളത്തിൽ ധാരാളം MP മാരുണ്ടല്ലോ. എൻ്റെ ED ഇവിടുത്തെ MP മാരുടെയൊക്കെ പിന്നാലെ പോയി പിടിച്ച് MP മാരെയൊക്കെ തിരിച്ചു മറിച്ച് ഞങ്ങൾക്ക് യാതൊരു സ്വാധീനമില്ലാത്ത സ്ഥലത്ത് സ്വാധീനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ലല്ലോ. BJPയുടെ തീരുമാനം ആരുടെ കൂടെ ചേർന്നാലും നിയമത്തിൻ്റെ വഴിക്കെന്ന, അതിനകത്തൊരു കോംപ്രമൈസും ഇല്ല. നിയമത്തിൻ്റെ വഴിക്ക്. കള്ളന്മാർ ഒരുമിച്ച് കൂടുമ്പോൾ പോലീസ് കൂടും, EDയുടെ പണി കൂടും. കണ്ടമാനം പണം സ്വരൂപിക്കുകയും ചെലവാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണോ? അങ്ങനെ ശ്രദ്ധിക്കാത്ത ആളുകളെയൊക്കെ പിടിക്കും. അത് ആരൊക്കെയാണെന്ന് വെച്ചാൽ അവരെല്ലാം പെടും. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്ന സമയം കളയാൻ എനിക്ക് നേരമില്ല. പക്ഷെ അതുകൊണ്ട് ഞാൻ എൻ്റെതായ ചില കാര്യങ്ങൾ പറയാം. ഇവിടെ നേരത്തെ പറഞ്ഞത് എൻ്റെ കർഷകരുടെ വലിയ സമരമുണ്ടായി, അതുകൊണ്ട് കർഷക സമരം അതിശക്തമാണ്, നരേന്ദ്രമോദിയുടെ മുട്ടുപറിക്കുന്നതെന്നാണ്. നിങ്ങൾ കർഷക സമരം നടത്തിയല്ലോ, അതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ആരാ ജയിച്ചേ? മഹാരാഷ്ട്രയിൽ നിങ്ങൾ വലിയ കർഷക സമരം കൊണ്ടുവന്നു. ആ കർഷക സമരവുമായിട്ട് നിങ്ങൾ ഡൽഹിയിൽ വന്ന് തിരിച്ചുപോയ ആളുകൾ മുഴുവൻ വോട്ട് ചെയ്തത് BJPക്കാണ്. UPയിൽ നിങ്ങൾ അതിശക്തമായ സമരം കൊണ്ടുവന്നു, ഹരിയാനയിൽ നിങ്ങൾ സമരം കൊണ്ടുവന്നു, പക്ഷെ വോട്ട് ചെയ്തത് മുഴുവൻ BJPക്കാണ്. അതെന്താ കാരണം? നിങ്ങൾ ലോകത്തുള്ള എല്ലാവരും കൂടി ഒരുമിച്ച് നിർത്തി UPയിൽ. ഇനി BJPക്കെതിരെ ആരുമില്ല, എല്ലാവരും ഒരുമിച്ച് കൂടി. അന്ന് എനിക്ക് നല്ല ഓർപ്പുണ്ട്, കേരളത്തിലെ എല്ലാ മാധ്യമ വിശാരദന്മാരും പറഞ്ഞു കഴിഞ്ഞു UPയിലെ BJP. പക്ഷെ BJP എത്ര സീറ്റ് നേടി? മഹാഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നു. നിങ്ങൾ കുറെ പറയും, നിങ്ങൾ കുറെ കൊല്ലം പറഞ്ഞില്ലേ ഗുജറാത്തിൽ കത്തിച്ചു, ശൂരൻ കുത്തി, ഗർഭിണിയെ പിളർത്തി. പക്ഷെ സമൂഹങ്ങളുടെ കൂടെ അവിടുത്തെ മുസ്ലിം സമൂഹത്തിനിടയിൽ പോലും BJPയാണ് ജയിച്ചു വന്നത്. അതുപോലെയാണ് മണിപ്പൂരിന്റെ ഉള്ളിൽ ഈ പ്രശ്നമില്ല. മണിപ്പൂരിന്റെ വെളിയിൽ വിദ്വേഷ പ്രശ്നമാണ് ഇടതുപക്ഷവും വലതുപക്ഷവും നടത്തുന്നത്. സ്ഥാനാർത്ഥികളെ മതത്തിന്റെ പേരിൽ നിർത്തുക, ഒരു നിയമം വന്നാൽ അത് മതത്തിന്റെ പേരിൽ നടപ്പാക്കുക, ഏതെങ്കിലും സ്ഥലത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ അത് മതത്തിന്റെ പേരിലാക്കുക. അങ്ങനെ മതത്തിന്റെ പേരിൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളാണ്. അതുകൊണ്ടാണല്ലോ പറയുമ്പോൾ എനിക്ക് പഠിക്കുന്നില്ലെന്ന്. ഞങ്ങൾ പറയാനുള്ള സമയം തരാമെന്ന് നിങ്ങൾ വെറുതെ സംസാരിച്ച പിടിക്കാൻ പറ്റും. മനുഷ്യരൊരു പരിധിയില്ല, ക്ഷമയ്ക്ക്. ഞാനൊന്ന് പറഞ്ഞു തീർന്നിട്ട് നിങ്ങൾ എന്ത് വേണം ചോദിച്ചോ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ സംസാരിച്ചോ, ഞാൻ നിർത്തുക. ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ ചോദ്യം ചോദിക്കുന്നില്ലല്ലോ. ഞാനൊരു ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ നിങ്ങൾ അടുത്ത ചോദ്യമായിട്ട് പോവല്ലേ? നിങ്ങൾ ഒന്നുകിൽ എനിക്ക് സമയം എന്താ, നിങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ നിർത്താം. എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയട്ടെ. ബാക്കി രണ്ടുപേരും സംസാരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞില്ലല്ലോ. നിങ്ങളൊരു സമാധാനത്തോടു കൂടി എനിക്ക് പറയാനുള്ളതായില്ലേ ഞാൻ മിണ്ടാതിരിക്കാം. എന്തൊരു കഷ്ടമോ, ഇത് മഹാകഷ്ടമോ. ഇങ്ങനെയല്ല ചർച്ച നടത്തേണ്ടത്. പറയാനുള്ളത് പറയിപ്പിക്കുക, എന്നിട്ട് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. അതല്ലേ അതിന്റെ അന്തസ്. ശരി, ഇനി നിങ്ങൾ ഇടപെടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പറയാണ്, ഏറ്റവും കൂടുതൽ കർഷക പ്രക്ഷോഭം നടന്ന മഹാരാഷ്ട്രയിൽ BJPയാണ് ജയിച്ചത്. ഏറ്റവും കൂടുതൽ കർഷകരുള്ളതും കർഷക പ്രക്ഷോഭം നടന്ന UPയിൽ BJPയാണ് ജയിച്ചത്. CPM കൂടിയ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലും അടക്കം 2013-2014 കാലഘട്ടത്തിൽ 18,981.87 കോടിയാണ് കർഷകർക്ക് കൊടുത്തത് പല വിധത്തിൽ. പക്ഷെ ഭാരതീയ ജനതാ പാർട്ടി 2023-2024 ഈ കാലയളവിലെ ബജറ്റിൽ കൊടുത്തത്
1,25,036 കോടി രൂപയാണ്. ഇത് ബജറ്റ് അലോട്ട്മെന്റ് ആണ്. ഇത് കർഷകരുടെ മാത്രമാണ്. അതുകൊണ്ടാണ് കർഷകര് ഈ സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപാദനം 323.5 മെട്രിക് ടൺ ഉൽപാദനമാണ് ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത്. എന്തുകൊണ്ട്? കർഷകർക്കെതിരാണ് BJP എങ്കിൽ ഉൽപാദനം ഉണ്ടാവില്ല. പ്രതിപക്ഷങ്ങൾ പറഞ്ഞിട്ടാണ് ഉൽപാദനം ഉണ്ടാക്കുന്നത്. പരമാവധി ഉൽപാദനം നശിപ്പിച്ച് പട്ടിണി അടക്കാൻ പറയുന്നവരെ പ്രതിപക്ഷം. യോജനയുടെ കാര്യം പറയാം. യു പി എ ഗവൺമെന്റിന്റെ കാര്യത്തിൽ 241 കോടി, BJPയുടെ ഭരണകാലത്ത് 900 കോടി. റൂറൽ ഡെവലപ്മെന്റ് ഞാൻ ഓരോന്ന് പറയാം. സ്ത്രീകളുടെ കാര്യം പറയാം. വുമൺ എംപവർമെന്റ് 2.23 ലക്ഷം കോടി. പക്ഷെ ഇപ്പൊ കൊടുത്തിരിക്കുന്നത് എത്രയാണ്? ഭാരതീയ ജനതാ പാർട്ടി കൊടുത്തിരിക്കുന്നത് 4 ഇരട്ടിയാണ്. പദ്ധതികൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ശരിയാവില്ല. ഇല്ലില്ല, നിങ്ങൾക്കത് ശരിയാവില്ല, എനിക്കത് ശരിയാവില്ല. കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ചുരുക്കത്തിൽ ഇംഗ്ലീഷിൽ കോമ എന്ന് പറയും. കോൺഗ്രസും മാർക്സിസ്റ്റും. ഈ കോമ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക അവസ്ഥയാണ്. താളവട്ടത്തിലെ നമ്മുടെ മോഹൻലാലിൻ്റെ അവസ്ഥയാണ് കോമ സ്റ്റേജ് എന്ന് പറയും. സ്തംഭനാവസ്ഥ, തകർന്നു പോയ അവസ്ഥ, തളർന്നു കിടക്കുന്ന അവസ്ഥ. ഈ കോമ സഖ്യമാണല്ലോ BJP തകർക്കാൻ വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ നേതാവാരാ? രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല. പിന്നെ ആരാ നിങ്ങളുടെ നേതാവ്? ഒരാളുടെ പേര് പറയാം. ബീഹാറിലെ നേതാവാണോ? അതോ സ്റ്റാലിനാണോ? അതോ ബംഗാളിലെ മമതയാണോ? അതോ പിണറായി വിജയനാണോ സാക്ഷാൽ? അതോ റഹീമാണോ? ആരാ നേതാവ്? ഇനിയിപ്പോൾ രണ്ടാമത് ചോദിച്ചു ഞങ്ങളുടെ ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെൻറ്റ്. എന്താ ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെൻറ്റ്? കോമൺ സിവിൽ കോഡിൻ്റെ കാര്യം നിങ്ങൾ വേണ്ടാന്ന് പറയുമ്പോൾ വേണമെന്ന് പറയുന്ന ശിവസേന അപ്പുറത്ത്, വേണമെന്ന് പറയുന്ന ആപ്പ് അപ്പുറത്ത്. നിങ്ങൾ എന്ത് ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്? നോട്ടിലുണ്ടല്ലോ, ഞങ്ങൾ പോലും പറയാത്ത കാര്യം. BJPയെ നിങ്ങൾ ഹിന്ദു വർഗീയവാദികൾ എന്നാണ് വിളിക്കുക. ഞങ്ങൾ പോലും പറഞ്ഞിട്ടില്ല നോട്ടിൽ, അതായത് കറൻസി നോട്ടിൽ മഹാലക്ഷ്മിയുടെ ചിത്രം വെക്കണമെന്ന്. അങ്ങനെ കറൻസി നോട്ടിൽ മഹാലക്ഷ്മിയുടെയും ഗണപതിയുടെയും ചിത്രം വെക്കുന്നു പറയുന്ന ആപ്പ് അപ്പുറത്തൊക്കെ ശരിയാക്കണ്ട. 1 മിനിറ്റ് പറഞ്ഞ് നിർത്താം. നിങ്ങൾ എന്നോട് മാത്രം ഇങ്ങനെ വല്ലാതെ ശരി പറയല്ലേ. മോദി വിരോധമല്ലാതെ, നരേന്ദ്രമോദി വിരോധം ഒരു തരത്തിലുള്ള അസൂയല്ലാതെ എന്തെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ 9 വർഷം കൈ കലക്കി പറഞ്ഞ പോലെ കലക്കി